LDFനും UDFനും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വോട്ട് വൈബ് ഇന്ത്യ നടത്തിയ സർവേ ഫലം പുറത്ത് വന്നിരിക്കുന്നു. LDF സർക്കാരിൻ്റെ പ്രകടനം മോശമാണെന്ന് സർവേയിൽ പങ്കെടുത്ത 50% വോട്ടർമാർ പറഞ്ഞതായി വോട്ട് വൈബ് ഇന്ത്യ സർവേയിൽ രേഖപ്പെടുത്തുന്നു. വോട്ട് വൈബ് ഇന്ത്യ സർവേ ശ്രദ്ധേയമായ സർവേയാണ്. പല സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ നടത്തുന്ന വളരെ വിപുലമായ ഒരു സർവേ ടീമാണ് വോട്ട് വൈബ് ഇന്ത്യ സർവേ. വോട്ട് വൈബ് ഇന്ത്യ സർവേയിൽ പറയുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രകടനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് 50%-ലേറെ പേർ അഭിപ്രായപ്പെടുന്നുവെന്ന് വോട്ട് വൈബ് ഇന്ത്യ സർവേയിൽ പറയുന്നു. മറ്റൊന്ന് ശ്രദ്ധേയമായ കാര്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് BD സതീശൻ ആണെന്നാണ്. 22.4% പേർ BD സതീശനെ പിന്തുണയ്ക്കുന്നു. പിണറായി വിജയനാണ് തൊട്ടുപിറകിൽ. 18% പേർ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു. KK ശൈലജയാണ് പിണറായിക്ക് തൊട്ട് പിറകിൽ. 16.3% പേരാണ് KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണമെന്ന് 14.7% പേർ ആഗ്രഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിൻ്റെ തുടർച്ചയായി UDF നിലവിൽ LDFനേക്കാൾ 3.5% മുതൽ 4% വരെ വോട്ട് വിഹിതത്തിൽ മുന്നിലാണ്. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത് പോലെ UDFന് അനുകൂലമാകില്ലെന്ന് വോട്ട് വൈബ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. UDFന് സാഹചര്യം അനുകൂലമാണെങ്കിലും പാർട്ടിക്കുള്ളിൽ ശക്തമായ വിഭാഗീയത ഉണ്ട്. ആ വിഭാഗീയത കോൺഗ്രസിനെ തകർക്കുമെന്ന് 42% വോട്ടർമാർ പറയുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ വോട്ടർമാർ ഭയപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീശന് മികച്ച പിന്തുണ ലഭിക്കുന്നുവെങ്കിലും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും ഒക്കെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് KC വേണുഗോപാലിനെയാണ്. ഇങ്ങനെ കടുത്ത വിഭാഗീയത കേരളത്തിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്നു. ഈ വിഭാഗീയത കോൺഗ്രസിൻ്റെ ശാപമാണെന്ന് 42% വോട്ടർമാർ വിധിയെഴുതുന്നു. BJP ശക്തമായ രീതിയിൽ കേരളത്തിൽ വളർന്നിരിക്കുകയാണെന്ന് വോട്ട് വൈബ് ഇന്ത്യ സർവേയിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് 14.7% പേരുടെ പിന്തുണ ലഭിച്ചത് BJPയുടെ വളർച്ചയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. പല ഭൂരിഭാഗം നിയോജക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJP 1 മുതൽ 5 വരെ സീറ്റുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാനുള്ള സാധ്യതയുണ്ടെന്നും വോട്ട് വൈബ് ഇന്ത്യ പറയുന്നു. എന്തായാലും ഇടതുപക്ഷവും വലതുപക്ഷവും ടൈറ്റ് മത്സരത്തിൽ തന്നെ ഏർപ്പെടും എന്നുള്ളതാണ് വോട്ട് വൈബ് ഇന്ത്യ സർവേയുടെ പരിണിത ഫലം. അവർ ചൂണ്ടിക്കാട്ടുന്ന അന്തിമ ഫലം. UDFന് കാര്യങ്ങൾ അനുകൂലമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം കാര്യങ്ങൾ അനുകൂലമായതിൻ്റെ തെളിവാണ്. UDF ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥിതിഗതികൾ മാറിമറിയുകയാണെന്ന് വോട്ട് വൈബ് ഇന്ത്യ പറയുന്നു.
UDF-ൽ പ്രത്യേകിച്ചും കോൺഗ്രസിൽ ഗ്രൂപ്പിസം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നേതാക്കന്മാർ രംഗത്ത് വരുന്ന കാഴ്ച, അതിനുവേണ്ടി ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്ന കാഴ്ച, ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. കോൺഗ്രസിന് മുന്നേറ്റം ലഭിക്കുന്ന എറണാകുളം, മുസ്ലിം ലീഗിന് മുന്നേറ്റം ലഭിക്കുന്ന മലപ്പുറം എന്നീ ജില്ലകളിൽ എറണാകുളത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം കോൺഗ്രസിനെ പിന്നോട്ടടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വോട്ട് ബൈ ഇന്ത്യ സർവേയിൽ പറയുന്നുണ്ട്. എറണാകുളം കണക്കുള്ള പല ജില്ലകളിലും കോൺഗ്രസിൽ ഗ്രൂപ്പിസം ശക്തമാണ്. സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാടുണ്ട് കോൺഗ്രസിൽ. അതുകൊണ്ട് തന്നെ പരസ്പരം പാരവെച്ചും കുതികാൽ വെട്ടിയും കോൺഗ്രസ് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തെ ഇല്ലാതാക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് വോട്ട് ബൈ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. UDF-ന് സാഹചര്യം അനുകൂലമാണെന്ന് വോട്ട് ബൈ ഇന്ത്യ പറയുമ്പോൾ UDF-ന്റെ ആന്തരിക അല്ലെങ്കിൽ UDF-ൽ നടക്കുന്ന അന്തർനാടകങ്ങളും ശ്രദ്ധേയമാണ്. BD സതീശനെ ഒതുക്കാൻ, രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ ശ്രമിച്ചത് ശ്രദ്ധേയമാണ്. BD സതീശന് പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹനായ വ്യക്തിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ കയറ്റിയില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി BD സതീശനെ അധിക്ഷേപിച്ചു. രമേശ് ചെന്നിത്തലയെ അടൂർ പ്രകാശിന് ശേഷമാണ് പ്രസംഗിക്കാൻ വിളിച്ചത്. പാർട്ടിയിലെ തലമുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ 19 പേരുടെ കൊച്ചിയിൽ നടന്ന ജനപഞ്ചായത്തിൽ നടന്ന പ്രസംഗത്തിൽ 19 നേതാക്കളുടെ, കേരളത്തിലെ 19 നേതാക്കളുടെ പേര് എണ്ണി പറഞ്ഞു. അതിൽ തരൂറിൻ്റെ പേരില്ല. മാത്രമല്ല, K. സുധാകരനെ സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എണീപ്പിച്ച് മാറ്റി രാഹുൽ ഗാന്ധി നേരിട്ട്. ഇങ്ങനെയൊക്കെയുള്ള പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്നു എന്ന ഒരു ചേതോ വികാരം BD എന്നാൽ BD സതീശൻ, RC എന്നാൽ രമേശ് ചെന്നിത്തല, BD RC പക്ഷങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ അസ്വസ്ഥരാണ്. കൊച്ചിയിൽ നടന്ന ജനപഞ്ചായത്ത് യോഗം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തെ ആളിക്കത്തിക്കുന്ന യോഗമായി മാറി. ഈ ഘട്ടത്തിലാണ് വോട്ട് ബൈ ഇന്ത്യയുടെ സർവേ പുറത്ത് വന്നിരിക്കുന്നത്. വോട്ട് ബൈ ഇന്ത്യയുടെ സർവേ പ്രകാരം സതീശന് ആശ്വസിക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് BD സതീശൻ തന്നെ.